നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സ്വന്തം ബജറ്റ് എയർലൈനാണ് എയർ ഇന്ത്യ. ബഡ്ജറ്റ് എയർലൈൻസ് എന്നതിലുപരി പ്രവാസികളുടെ വമ്പൻ നേട്ടമാണ് എയർ ഇന്ത്യ. ഇപ്പോഴിതാ പ്രവാസികൾക്ക് നിരാശ നൽകുന്ന വാർത്തയാണ് എയർ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിന് കാരണം എയർ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. അതായത് 96,673 പേരാണ് സെപ്റ്റംബറിൽ കണ്ണൂർ വിമാനത്താവളം വഴി കടന്നുപോയത്. പ്രതിമാസം 1 ലക്ഷത്തിലേറെ പേർ യാത്ര ചെയ്യുന്നിടത്താണ് ഈ കുറവ് വന്നിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് യാത്രക്കാരുടെ കണക്ക് പുറത്തുവിട്ടത്. കോവിഡിന് ശേഷം നീണ്ട ഇടവേളയ്ക്ക് പിന്നാലെയാണ് പ്രതിമാസം യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടിരുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ 1,397,000 പേരാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്തിരുന്നത്. മാത്രമല്ല, തുടർച്ചയായി 3 മാസവും യാത്രക്കാരുടെ എണ്ണം പ്രതിമാസം 1 ലക്ഷം കവിഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ എയർ ഇന്ത്യയുടെ ഏക രാജ്യാന്തര സർവീസ് അവസാനിപ്പിച്ചത് വലിയ തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ. കൂടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ സെക്ടറിലെ സർവീസ് വെട്ടിക്കുറയ്ക്കുകയും മുംബൈ, ബംഗളൂരു സെക്ടറിലെ സർവീസുകൾ വിവിധ ദിവസങ്ങളിൽ റദ്ദാക്കുകയും ചെയ്തു. ഇതാണ് യാത്രക്കാരുടെ എണ്ണത്തെ ബാധിച്ചത് എന്നാണ് വിലയിരുത്തൽ. അതേസമയം വിന്റർ ഷെഡ്യൂളിൽ ജിദ്ദ, ദുബായ് സർവീസുകൾ പുതുതായി തുടങ്ങുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത മാസം മുതൽ യാത്രക്കാർ കൂടിയേക്കുമെന്നാണ് വിവരം. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം വിമാനയാത്ര വീണ്ടും തുടങ്ങി 1 വർഷം പിന്നിട്ടപ്പോഴാണ് കണ്ണൂരിൽ പ്രതിമാസം 1 ലക്ഷം യാത്രക്കാർ എന്ന നേട്ടത്തിലെത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ 27,134 പേരാണ് കണ്ണൂർ വഴി യാത്ര ചെയ്തിരുന്നത്. പിന്നീട് തുടർച്ചയായി 12 മാസവും യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. 2021 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തെ യാത്രക്കാരുടെ എണ്ണത്തിൽ ആദ്യ 10ൽ ഇടം പിടിക്കാനും കണ്ണൂർ വിമാനത്താവളത്തിനായിരുന്നു. പ്രവർത്തനം തുടങ്ങി 9 മാസം പിന്നിട്ടപ്പോൾ തന്നെ കണ്ണൂർ വിമാനത്താവളം വഴി 10 ലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തു എന്ന നേട്ടത്തിനും കണ്ണൂർ വിമാനത്താവളം ഇടം പിടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര വാഗ്ദാനം ചെയ്ത് ജസീറ എയർവേസ് തിരുവനന്തപുരത്തേക്ക് 30-ന് സർവീസ് തുടങ്ങുന്നു. കുവൈറ്റിൽ നിന്ന് ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് 6:25-ന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:05-ന് തിരുവനന്തപുരത്ത് എത്തും. തിരിച്ച് 2:50-ന് പുറപ്പെട്ട് രാവിലെ 5:55-ന് കുവൈറ്റിലെത്തും. A320 വിമാനത്തിൽ 160 പേർക്ക് യാത്ര ചെയ്യാം. ജസീറയുടെ കേരളത്തിലേക്കുള്ള 2ാമത്തെ സെക്ടറാണ് തിരുവനന്തപുരം. ഈ സേവനം തമിഴ്നാട്ടുകാർക്ക് കൂടി പ്രയോജനപ്പെടുത്താം. നിലവിൽ കുവൈറ്റ് എയർവേസിന് ഇതേ സെക്ടറിൽ ആഴ്ചയിൽ 3 സർവീസ് ഉണ്ട്.